നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മാഗ്നയുള്ള സ്ഥലം വനവകുപ്പ് തിരിച്ചറിഞ്ഞു. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് ആനയുടെ സിഗ്നൽ ലഭിച്ചു. ബാവലിക്കടുത്ത് 58-നടുത്താണ് നിലവിൽ ആനയെന്നാണ് കരുതുന്നത്. നേരിട്ട് ആനയെ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതകൾ വനവകുപ്പ് പരിശോധിക്കും. ആനയെ തളയ്ക്കുന്നതിനായി കോന്നി സുരേന്ദ്രൻ, വിക്രം, സൂര്യ, ഭരത് എന്നീ കുങ്കിയാനകൾ ബാവലി മേഖലയിൽ എത്തിയിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ ഒരു സംഘം ആനയുടെ സ്ഥാനം കണ്ടെത്തിയ പ്രദേശത്തെത്തിയിട്ടുണ്ട്. വനവകുപ്പിന് പുറമെ റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരും പ്രദേശത്തുണ്ട്. ബാവലിയിൽ ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന കർശന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹാസനിലെ ബേലൂരിൽ നിന്ന് പിടികൂടിയ സ്ഥിരം കുഴപ്പക്കാരനും അക്രമകാരിയുമായ മോഴയാനയാണ് ബേലൂർ മാഗ്ന. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കുഴപ്പമുണ്ടാക്കിയതോടെയാണ് ഈ ആനയെ അന്ന് പിടികൂടിയത്. ഇതേ ആനയാണ് ശനിയാഴ്ച രാവിലെ 7:10 മാനന്തവാടിക്ക് സമീപം ചലിക്തയിൽ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി കർഷകനും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷിനെ ചവിട്ടിക്കൊന്നത്. ആനയെ കണ്ട അജീഷ് സമീപത്തുള്ള പായ്ക്കണ്ടത്തിൽ ജോമോന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്ന് വീട്ടിലേക്കുള്ള പടവുകൾ കയറി ഗേറ്റ് പൊളിച്ചെത്തിയ ആന അജീഷിനെ ചുഴറ്റിയെറിഞ്ഞ ശേഷം ചവിട്ടുകയായിരുന്നു. വനവകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. 5 DFOമാരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. 4 വെറ്റിനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട്. 4 കുങ്കിയാനകളും ദൌത്യത്തിന്റെ ഭാഗമാണ്. ജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. വനവകുപ്പ് സംഘം കാട്ടിൽ തന്നെ തുടരുകയാണ്. അനുയോജ്യമായ സാഹചര്യത്തിൽ കണ്ടാൽ മയക്കുവെടി വയ്ക്കും. മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും. കാട്ടിലേക്ക് വിടണോ കുങ്കിയാനെ ആക്കണോ എന്നതിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. വയനാട്ടിൽ 2 RRT കൂടി രൂപീകരിക്കും. അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആനയെ പിടികൂടാനുള്ള ദൌത്യത്തിനായി 4 കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. വിക്രം, ഭരത്, സൂര്യ, സുരേന്ദ്രൻ എന്നീ മോഴയാനകളാണ് ദൌത്യ സംഘത്തെ സഹായിക്കുന്നത്. കർണാടകയിൽ നിന്ന് പിടികൂടി കാട്ടിൽ വിട്ട മോഴയാനയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മാനന്തവാടിയിലെത്തി ഒരു കർഷകന്റെ ജീവൻ തന്നെ അപഹരിച്ചത്. കർണാടകയിലെ ഹസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ 2023 ഒക്ടോബർ 30 കർണാടക വനവകുപ്പ് ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കേരള അതിർത്തിക്ക് സമീപമുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കർണാടക വനവകുപ്പ് കഴിഞ്ഞ നവംബർ 30 റേഡിയോ കോളർ ഘടിപ്പിച്ച് മൂലഹള്ളി വനത്തിലേക്ക് വിട്ട ബേലൂർ മഗ്ന എന്ന കാട്ടാനയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ കുറുവ ദ്വീപിന് സമീപം കർഷകനായ അജീഷിന്റെ ജീവനെടുത്തത്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെ ആന കേരള അതിർത്തിയിൽ പ്രവേശിച്ചിരുന്നു. കൃത്യമായ വിവരം ലഭിച്ചിട്ടും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ വരെ കാരണമായത് എന്നാണ് ജനം ഉന്നയിക്കുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും വയനാട്ടിൽ ആളിക്കത്തുകയാണ്. ജനം ഇതിനെതിരെ തീരുമാനമുണ്ടാകുന്നതുവരെ പ്രതിഷേധിക്കുമെന്നാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പ്രതികരണം.